ദുഃഖത്തിന്റെ മനുഷ്യരായി തീർന്നു എന്തോരം പേരുണ്ടെന്ന് അറിയാം. ഫിലിപ്പി 4:4 നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എനിക്ക് തോന്നി ഈ നോമ്പ് കാലത്ത് നമ്മൾ പൂർണ്ണമായും വിച്ഛേദിക്കേണ്ട, നമ്മളിൽ നിന്നും എടുത്തു മാറ്റേണ്ട ഒരു മനോഭാവമാണ് നമ്മൾ ഒരിക്കലും ദുഃഖത്തിന്റെ മനുഷ്യരായി മാറരുത്, സങ്കടങ്ങളുടെ മനുഷ്യരായിട്ട് മാറരുത്. ചിലരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഉള്ള സന്തോഷം പോകും. ചിലരുടെയൊക്കെ മുഖഭാവം കണ്ടാല് നമ്മുടെ ഉള്ള ആനന്ദം നഷ്ടപ്പെടാൻ വേറെ ഒന്നും വേണ്ട. കാരണം അവരൊന്നും പറയുകയും വേണ്ട, അവരൊന്നും സംസാരിക്കുകയും വേണ്ട. ചിലരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ മതി, തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ആനന്ദം വരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന, അതുപോലെ ദുഃഖത്തിന്റെ മനുഷ്യരായി തീർന്നു എന്തോരം പേരുണ്ടെന്നറിയാമോ? ഇന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന എന്നാന്നറിയാവോ? സന്തോഷത്തിന്റെ മക്കളായി മാറുക. ഇത് ശരിക്കും പറഞ്ഞൊരു നോമ്പിന്റെ ഏറ്റവും ശക്തമായ അനുഭവമായിട്ട് മാറണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിന്റെ കുരിശുമരണം, പീഡാസഹനം, എല്ലാ വേദനകളൊക്കെ ആണല്ലോ. തീർച്ചയായിട്ടും ഈ വേദനകളിലൂടെ സന്തോഷത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്വർഗം നമുക്ക് സമ്മാനിച്ചത്. നമുക്ക് രക്ഷ നേടിത്തന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു തന്റെ കാൽവരി കുരിശിലൂടെ എനിക്ക് നിനക്കും വേണ്ട രക്ഷ നേടിത്തന്നു. ഇതാണല്ലോ നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. നമ്മൾ ഉയർപ്പിന്റെ മക്കളാണ്. ഉയർപ്പിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ മക്കൾ എന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് ഉദ്ധിതനായി കടന്നു വന്ന് ഈശോ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്തിനു ഭയപ്പെടണം, നിങ്ങൾ എന്തിനു ദുഃഖിക്കണം. ഹല്ലേലൂയ. സമാധാനമായിരിക്കാനാണ്, സന്തോഷമായിരിക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പോ മക്കളെ, ചില പറയാനുള്ള ഒറ്റ വാക്ക് പറയാൽ, നമ്മൾ ആനന്ദത്തിന്റെ മക്കളായി മാറണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ദയവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മമൊക്കെ പുലർത്തുമ്പോ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചൊന്നിരിക്കരുത്. കർത്താവ് തന്നെ വചനത്തോട് പറയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കും. പൗലോസ് പറയാണ്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എപ്പോഴാ സന്തോഷിക്കാൻ പൗലോസ് പറഞ്ഞേ? എപ്പോഴാ പറഞ്ഞേ? എപ്പോഴും. ആ വാക്ക് ഇങ്ങനെ ഇൻവേർട്ടഡ് കോമയിൽ ഇടണം. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ഈ വചനൊന്ന് ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ മക്കളെ? ഈ വചനം നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഒത്തിരി ഒന്നുമില്ല, രണ്ട് വാക്കുകളുള്ളൂ. പക്ഷേ നമ്മുടെ ഈ നോമ്പുകാലത്ത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു മനോഭാവത്തെ കുറിച്ചാണ് വചനം പറയുന്നത്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും.